മഹാഗുരു ശരണം. അപ്പോൾ നമ്മൾ രേണുക മാരിയമ്മൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പുറപ്പെട്ട് ഇങ്ങോട്ട് ഇറങ്ങി ഒരു ആൾ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ ഇവിടെ മലയുടെ പുറകുവശമാണ്. മല ശരിക്കും കാണുന്നില്ല, റൂംസൊക്കെ കാണുന്നു. ഇതിൻ്റെ പുറകുവശം ഇതുണ്ടെങ്കിൽ മല ശരിക്കും കാണാം കേട്ടോ, കിഴക്കോട്ട്. അപ്പോൾ ഇവിടെ ഇന്നലെ കണ്ടത് ഒരു ഗണപതി ക്ഷേത്രമാണ്. ഇവിടെ എന്തോ ഉത്സവമൊക്കെയാണ് അവർ അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട്. വിനായകനെ വിനയ തീർപ്പവനെ ഓങ്കം ഗണപതിയെ നമ. അപ്പോൾ ഇങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ വായിലിംഗം എത്താറായി. ടൈം എന്തായി? സമയം 7:22 കേട്ടോ. ഇതെടുക്കുമ്പോൾ 7:22. ഇത് ശ്രീ ഇടയ്ക്കാട് സിദ്ധർ 18 സിദ്ധർ കുടിൽ. ഇത് ഇന്നലെ ഞാൻ കയറിയായിരുന്നു, ഞാൻ പറഞ്ഞിരുന്നു. ഇത് ഇടയ്ക്കാടർ സിദ്ധർ. അവിടെ ഒരു ദേവിയുടെ ഇതുണ്ട്. അപ്പോൾ ഇവിടെ അതുണ്ട് യു ആർ ഹിയർ ഹൈവേ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ 8 കിലോമീറ്റർ 8 കിലോമീറ്റർ ആകുന്നു കേട്ടോ. ഇനി 6 കിലോമീറ്ററാണ്. 7:22 ഇത് കണ്ടല്ലോ എല്ലാം. ഇനി ഇപ്പോൾ നമ്മൾ ചെല്ലാൻ പോണ വായുലിംഗം. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ് ആൾ, താങ്ക് യു ആൾ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഗിരിവലം ചെയ്യുകയാണ്. രാത്രി 7:22 ഈ വീഡിയോ കാണാനായിട്ട് മിനിമം 1 മണിക്കൂർ സമയം വേണ്ടി വരും. എന്ന് പറഞ്ഞാൽ 1.5 സ്പീഡ് ഇട്ടാലും എങ്കിലും കാണുക. കാര്യം നിങ്ങളെല്ലാം തന്ന ആ ഒരു പ്രോത്സാഹനം, വീഡിയോ കണ്ടിട്ട് തന്ന പ്രോത്സാഹനം, ആ ബാക്കിൽ വന്നതിന് ശേഷം ചെയ്ത വീഡിയോ ഈ ബാക്കിൽ വന്നത് ബാങ്കിൻ്റെ ചെയ്യാൻ വന്നെങ്കിൽ പക്ഷേ വേറെ എന്തൊക്കെയായിരുന്നു നിയോഗം, എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞു. ഇത് കുറേയധികം ആൾക്കാരിൽ ലക്ഷത്തിലധികം വ്യൂവേഴ്സായി. അതിനൊക്കെ ശനീശ്വരനെക്കുറിച്ചുള്ളത് എന്തൊക്കെ നിയോഗമായിരുന്നു. അപ്പോൾ നമ്മൾ ഒരുമിച്ച് സഞ്ചാരം തുടങ്ങി. അപ്പോൾ അത് പിന്നെ ആൾക്കാരുടെ ഇത് വന്നപ്പോൾ പേഴ്സണലി യൂട്യൂബ് ഇട്ടു. അപ്പോൾ യൂട്യൂബിൽ ഡെയിലി എന്നുള്ള രീതി വീഡിയോ ഇടുന്ന എൻ്റെ ഉപാസന കഴിഞ്ഞ് ഞാൻ സങ്കല്പം ചെയ്യുന്നു. ഈ ഗിരിവലവും എൻ്റെ സങ്കല്പമാണ്. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും, കുടുംബാംഗങ്ങൾക്കും എല്ലാവിധ നന്മകളുണ്ടാകണമെന്നും, ജീവിതത്തിൽ ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാകണമെന്നും, സൽസന്താനം ഉണ്ടാകണമെന്നും, കുടുംബത്തിൽ ശാന്തി, സമാധാനം, സന്തോഷം, സമൃദ്ധി, ഐക്യമത്യം, കുടുംബ ബന്ധങ്ങളിൽ കെട്ടുറപ്പുണ്ടാകണമെന്നും, കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം, നല്ല മാർക്കോടെ ഉന്നത വിജയം നേടി അവർ നല്ലൊരു വരുമാന മാർഗമുള്ള തൊഴിൽ, ജീവിത സാഹചര്യം, പ്രൊഫഷൻ, സർവീസ് അവർ കണ്ടെത്തണമെന്ന് ഗോമാതാവാണ്. അതിന് ഞാൻ പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്യുന്നു. എല്ലാവരുടെയും കുടുംബത്തിൽ എല്ലാ അഭീഷ്ടകാര്യങ്ങളും നടക്കട്ടെ. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. എല്ലാവരും സന്തോഷവും സമൃദ്ധവും ആരോഗ്യകരവുമായ ദീർഘായുസ്സോടെ ജീവിതം നയിക്കട്ടെ. ഹാപ്പി, ഹെൽത്തി, വെൽത്തി, ലോങ് ലൈഫ് എപ്പോഴും പറയാറുണ്ട്. ഹാപ്പി, ഹെൽത്തി നമ്മളെപ്പോഴും മനസ്സിൽ പറയുക. ഇംഗ്ലീഷ് അറിയാത്ത ആരും എന്ന് പറഞ്ഞാൽ ഈ വാക്കുകൾ അറിയാത്ത ആരും കാണുകയില്ല. ഹാപ്പി, ഹെൽത്തി, വെൽത്തി, ലോങ് ലൈഫ് ഇത് തന്നെ നമ്മുടെ മനസ്സിൽ പറയുമ്പോൾ അത് നമ്മുടെ സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ്, കോസ്മിക് കോൺഷ്യസ് തലത്തിലേക്ക് പോവുകയും നമ്മുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അതനുസരിച്ചാണ് ഈശ്വരൻ അനുഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഗ്രാമർ പാടില്ല. അതിൽ നമ്മുടെ ആവശ്യങ്ങൾ മാത്രം പറയുക. ഇതിൽ വളരെ രസകരമായ കാര്യം എന്താണെന്ന് ഇപ്പോൾ ചിലർ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ഞാൻ എൻ്റെ സ്റ്റാറ്റസിൽ തിരുവണ്ണാമല വരുന്നു എന്നൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും അറിയാണ്ടും മെസ്സേജ് ഇടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ കുറ്റപ്പെടുത്തുകയല്ല, കാര്യം കാർമിക്കാണ്. സ്റ്റാറ്റസ് നോക്കുന്നില്ല. അത് പറയുന്നത് പ്രശ്നങ്ങളെക്കുറിച്ച് മാത്രമാണ്. അന്നവാ തിരുവണ്ണാമലയിലാണ്, സാറ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അരുണാചലേശ്വരനോട് പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന വളരെയധികം ആൾക്കാരുണ്ട്. പക്ഷേ കുറഞ്ഞ അളവിലുള്ള ആൾക്കാർ ഇങ്ങനെയുണ്ട് കേട്ടോ. ദയവ് ചെയ്ത് മനസ്സിലാക്കുക. നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധിക്കാണ്ടിരിക്കുക. നമ്മൾ പ്രതിവിധികളിലേക്ക് ശ്രദ്ധിക്കുക. അതാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത് എല്ലാവരോടും. നമ്മുടെ ചിന്തകളാണ് നമ്മളെ ഒരു തലത്തിൽ എത്തിക്കുന്നത്. അപ്പോൾ ചിന്തകൾ നമ്മൾ മനഃപൂർവ്വം, ചിന്തകൾ നമ്മൾ അറിഞ്ഞു വരുന്നതല്ല. മനഃപൂർവ്വം നമുക്ക് നല്ലത് മാത്രം ചിന്തിക്കാൻ, ഈ ട്രാക്ക് മാറുമ്പോൾ നല്ലത് മാത്രം ചിന്തിക്കാനായിട്ട് വായിലിംഗ 500 മീറ്റർ കേട്ടോ.
അപ്പോൾ നല്ലത് മാത്രം ചിന്തിക്കാനുള്ള ഇത് വരണം. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ കോൺഷ്യസ്ലി ഇരിക്കുമ്പോൾ ഹാപ്പി ഹെൽത്തി വെൽത്തി ലോങ് ലൈഫ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഹാപ്പി ഹെൽത്തി വെൽത്തി ലോങ് ലൈഫ് വിത്ത് ഫാമിലി, ഹാപ്പി ഹെൽത്തി വെൽത്തി ലോങ് ലൈഫ് വിത്ത് ഫാമിലി, ലോക സമസ്ത സുഖിനോ ഭവന്തു, എല്ലാവർക്കും സുഖം ഭവിക്കട്ടെ. അപ്പോൾ നമ്മളും അതിൽ ഉൾപ്പെടുന്നു. പക്ഷേ അത് വേണം പറയാനായിട്ട്. അപ്പോൾ സാധാരണ ഞങ്ങൾ ഉപാസന കഴിഞ്ഞ് ചൊല്ലുന്ന ഒരു മന്ത്രമുണ്ട്. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ ഗോ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു കാലേ വർഷതു പർജന്യ പൃഥിവീ സസ്യശാലിനി ദേശയം ശോഭരഹിതക സജ്ജനാ സന്തു നിർഭയ അപുത്ര പുത്രിണസ്സന്തു പുത്രിണസ്സന്തു പൗത്രിണഃ അതനാ സദനാ സന്തു ജീവന്തു ശരദാം ശതം സർവേത്ര സുഖിനസ്സന്തു സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാഗജിത് കൃപാത് ഭുവേൻ ലാഭസ്തേഷാം ജയസ്തേഷാം കുതസ്തേഷാം പരാഭവ യേഷാമിന്ദിവരശ്യാമേ ഹൃദയസ്ഥോ ജനാർജന നിത്യോത്സവ സദാദേശാം നിത്യശ്രീർ നിത്യമംഗലം യേഷാം കൃതിസ്ഥോ ഭഗവാൻ മംഗലായതനം കരി മംഗലം ഭഗവാൻ വിഷ്ണു മംഗലം ഗരുഡധ്വജ മംഗലം പുണ്ടരീകാക്ഷോ മംഗലായതനം കരി ഹരേ ഹരേ മേ ഹരപാതകാനി ഹരേ ഹരേ മേ കുരുമംഗലാനി ഹരേ ഹരേ മേ തവദേഹ്യം അനായാസേന മരണം വിനാദൈനേന ജീവനം ദേഹി മേ കൃപയാ വിഷ്ണു തൈ ഭക്തിരചഞ്ചല ജാനാമി ധർമ്മം നജമേ പ്രവർത്തി ജനാമ്യ ധർമ്മം നജമേ നിവർത്തി ത്വയാക്ഷീകേന കൃതിസേന യഥാ നീസ്തോ സദാ കരോമി ഭഗവാൻ ഭൂതോവ്യശന്യജാനേ ഹിതമാത്മന ത്വമേവ സഞ്ചിന്യം വിഭോഹിതം മേ പാദമർഹസി അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാത് കാരുണ്യഭാവേന രക്ഷ ജനാർജന അപരാധ സഹസ്രാണി ക്രിയന്തേ ഹർനിശമയ അപരാധി സഹസ്രാണി ക്രിയന്തേ ഹർനിശമയ സർവാണി മേദേ വൈഷ്ണവസ്സ പുരുഷോത്തമ കരയർണഗതം വാ കായജം കർമ്മജം വാ ശ്രവണനേനജം വാ മാനസം വാ അപരാധം വിദിതമവിദിതം വാ സർവമേതക്ഷമസ്സ ജയ ജയ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭു. ഇതിൽ ആ ലാസ്റ്റുള്ള ഇത് വിഷ്ണുവിനെ വെച്ച് പറയുന്നുണ്ട്, ദേവിയെ വെച്ച് പലരും പല രീതിയിൽ പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ ഗുരു ബ്രഹ്മശ്രീകൃഷ്ണൻ ഭ്രാന്തിരി തിരുമേനി പറഞ്ഞ് ലാസ്റ്റ് രുദ്രത്തിലേക്കാണ് നമ്മുടെ ലൈന്. അപ്പോൾ എപ്പോഴും അത് മഹാദേവ ശംഭോ പറയുന്നതാണ് നല്ലതെന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഞാനത് ഫോളോ ചെയ്യുന്നു. ശരിക്കും വിഷ്ണു ആണെങ്കിൽ വേറെ ആയിട്ട് പറയും. ബാബ നൂറെന്ന് പറയുന്ന ക്ഷേത്രം ഭയങ്കര വൈബുള്ളതാണ് കേട്ടോ. ഇത് രാജയോഗ മെഡിറ്റേഷൻ സെൻറ്റർ, ദ്വാദശ ജ്യോതിർലിംഗാശ്രമം. ഇതൊക്കെ വേറെ ദിവസം പകൽ വന്ന് കയറണം. അതിന് വേണ്ടി ഒരു ദിവസം വരണം. ഇവിടെ രാധാസ് റിയാലിറ്റി പ്ലോട്ട്സ് ആൻഡ് ഹൗസ്, ധനലക്ഷ്മി നഗർ, നിയർ വരാഗി അമ്മൻ ടെമ്പിൾ, ചെന്നൈ റോഡ്, നാച്ചിപ്പേട്ട്, സെൻട്രൽ ഹോംസ് കേട്ടോ. ഇതൊക്കെ ഉണ്ടെന്നുള്ള ഇതാണ് വീടുകൾ. ഇവിടെ പലരും പല ആശ്രമവും ഇത് ചെയ്യുന്നുണ്ട്. പല ആൾക്കാരുടെ തന്നെ ഫോളോ ഇത് യൂട്യൂബ് ആണെന്ന് പലരും പറയാറുണ്ട്. അവർ ഫോളോ ചെയ്യുന്ന ചില ഗുരുക്കന്മാരുടെ ആചാര്യന്മാരുടെയൊക്കെ ആശ്രമങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് പറയാറുണ്ട്. എവിടെയാണ് എന്താണെന്ന് അറിയില്ല, പറയുകയാണ്. നൃത്യ ഫുട്ബോൾ പ്യുവർ വെജിറ്റേറിയൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. അരുണാചലേശ്വരായ നമശിവായ നമശിവായ. ഇപ്പോൾ എത്ര മിനിറ്റായി? 8 മിനിറ്റാവുന്നു. നോക്കട്ടെ. വായുലിംഗം എത്താറായി. 10 മിനിറ്റിന് മുമ്പിലെത്തിയാൽ ഇത് ശ്രീ ശിവ ബാലയോഗി മഹാരാജ് മെഡിറ്റേഷൻ സെൻറ്റർ. ഇതൊക്കെ ഇന്നലെ കാണിച്ചതാണെന്ന് തോന്നുന്നു, എങ്കിലും ഒന്നുകൂടി കാണിക്കുന്നു. നമ്മൾ മുന്നിലോട്ട് നടക്കുകയാണ്. വായുലിംഗം എത്താറായി എന്ന് തോന്നണം. അതിൻ്റെ ബോർഡാണത്. അത് കാണിക്കാം. ആൾക്കാർ കുറവാണിന്ന്, കുറവായിട്ട് തോന്നുന്നു. ഇതൊക്കെ 4 മണിക്ക് തുടങ്ങിയതായിരിക്കും ഈ ആൾക്കാരൊക്കെ. കാലിൽ നഗ്നപാതരായിട്ടാണ് ഗിരിവലം ചെയ്യുന്നത് കേട്ടോ. എൻ്റെ പാതി മുന്നിൽ നടക്കുന്നുണ്ട്. ധർമ്മപത്നി ശ്രീമതി രഞ്ജിത, അതുപോലെ ശ്രീമതി ഗായത്രിജി, ശ്രീനാരായണൻ അവർ മുന്നിൽ നടക്കുന്നുണ്ട്. ഞാനിടയ്ക്ക് എനിക്ക് കിട്ടിയ ആ തൃശ്ശൂലത്തിനൊരു പീഠം ഉണ്ടാക്കാൻ നിന്ന് ഒരു 15 മിനിറ്റ് ഇതാണ്. അപ്പോൾ നമ്മൾ വായുലിംഗത്തിലേക്ക് എത്തി. വരുണം കഴിഞ്ഞ വായു ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. വരുണൻ ഗർഭാവസ്ഥയിലുള്ള പ്രൊട്ടക്ഷൻ, വായു ജനിച്ചു കഴിഞ്ഞാൽ
ആദ്യത്തെ ശ്വാസമെടുക്കുമ്പോൾ തൊട്ട് വായു, ആ വായു പ്രാണൻ, അത് നമ്മളെ എപ്പോൾ വിട്ടുപോകുന്നു, നമ്മൾ ശരീരം വിടുന്നു. ശരീരം പ്രവർത്തിക്കുന്നതിൻ്റെ അതിൻ്റെ എനർജിയുടെ ഫസ്റ്റ് എന്ന് പറയുന്നത് വായുവാണ്. അത് കഴിഞ്ഞാൽ ജലം, ആഹാരം, അത് കഴിഞ്ഞാൽ ഭൂമിതത്വം, ഹര പദാർത്ഥങ്ങൾ, വായുലിംഗം. ഈ ഗിരിവലം 5.60 കിലോമീറ്ററാണ് കേട്ടോ. ഇത് വായുലിംഗം പുറകത്ത് നിന്ന് തന്നെ തൊഴുത് ഇത് ചെയ്യാം. വായുലിംഗം കാണിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും വരട്ടെ. എല്ലാവരുടെയും ശ്വാസോച്ഛ്വാസം, ഉപാപചയ പ്രവൃത്തികളെല്ലാം നല്ല രീതിയാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്തുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ് വാൾ. എല്ലാവർക്കും എല്ലാ നന്മകളും വരട്ടെ. ഇവിടെയാണ് വായുലിംഗം കേട്ടോ, ഉണ്ടല്ലോ, അവിടെയാണ് വായുലിംഗം ഉണ്ടല്ലോ അല്ലേ, അവിടെയാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് വാൾ. താങ്ക് യു. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പൈ.